ഹായ്. സോ റിസൾട്ട് വന്നു. കുറേ ആൾക്കാർ പാസ്സായിട്ടുണ്ടാവും, കുറേ ആൾക്കാർ പാസ്സായിട്ടുണ്ടാവില്ല. പാസ്സായ ആൾക്കാരോട് ഐ എം വെരി ഹാപ്പി ഫോർ യു. നമ്മളെ എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. പക്ഷെ ഞാൻ ഇപ്രാവശ്യം പാസ്സായിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം ആ 18 പേരിലില്ല. ലാസ്റ്റ് ഇയർ വരെയുള്ള ആഴ്ചയാണെങ്കിൽ ഇപ്പം ആകെ ഡിപ്രഷൻ അടിച്ച് കരഞ്ഞ് മെഴുകി ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഡ്യൂറിങ് മൈ ഹീലിംഗ് ജേണി ഞാൻ റിയലൈസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളെ ടൈം ലൈനായിട്ട് വേറെ ആരും കമ്പയർ ചെയ്യരുത്. നമ്മളെക്കാളും ചെറിയ ഏജുള്ള മക്കളെ, നമ്മളെക്കാളും എഫേർട്ട് കുറച്ചിട്ട ആൾക്കാർ, നമ്മൾ സ്കിപ്പ് ചെയ്തതിനേക്കാളും കുറേ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത ആൾക്കാർ, നമ്മൾ റിവൈസ് ചെയ്ത് അത്രയും ടൈംസ് റിവൈസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പാസ്സായത് നമ്മളിങ്ങനെ കാണും നമ്മളെ കൺമുന്നിൽ. പക്ഷെ നമുക്ക് തോന്നും ഞാനും വെൽ ഡിസേർവ്ഡ് അല്ലേ പാസ്സാവാൻ, എന്താ ഞാൻ പാസ്സാവാത്തത് എന്ന് തോന്നും. എന്തോ മിസ്റ്റേക്ക് നമ്മൾ വരുത്തിയിട്ടുണ്ടാവും, അല്ലാതെ വേറെ മാജിക് ഒന്നുമല്ല. പക്ഷെ എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ടൈം ലൈനായിട്ട് വേറെ ആരും കമ്പയർ ചെയ്യരുത്. നമ്മൾക്കുള്ള കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മളതെല്ലാം ശരിയാവും. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം. കാരണം നമുക്ക് എന്താ പറയുക, കുറേ ഫേമസ് ആൾക്കാരുണ്ടല്ലോ, സച്ചിൻ, മെസ്സി, റൊണാൾഡോ, പിന്നെ കുറേ സയൻറ്റിസ്റ്റുകൾ, പിന്നെ കുറേ ആക്ടേഴ്സ്. ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വരുന്നു, ഒരു ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണോ അവർ ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്നു, സക്സസ് ആവുന്നു, പോകുന്നു, അങ്ങനെയല്ല. അവരൊക്കെ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓരിതേപോലെ ഓ ഞാൻ ഒന്നും ആയില്ല, ആളായി ഇയാളായി എന്ന് വിചാരിച്ച് നിൽക്കൂലല്ലോ. സോ വൈ ഷുഡ് വി, നമ്മൾ അങ്ങനെ ആലോചിക്കൊന്നും വേണ്ട. നമ്മൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തതിൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇതിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് അടുത്തതിലിടും, എന്നിട്ട് അടുത്തതിലിടും, അടുത്തതിൽ പാസ്സായി പോകും. എനിക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് ഗിവ് അപ്പ്, അത് മാത്രമേ ഉള്ളൂ. ഡോണ്ട് ഗിവ് അപ്പ് ആൻഡ് ഡോണ്ട് കമ്പയർ യുവർ ടൈം ലൈൻ വിത്ത് എനിബഡി എൽസ്. ഓക്കെ, ബൈ.